ഇന്നൊരു അമ്മക്കിളിയുടെ കഥ കേട്ടാലോ? ആ അമ്മക്കിളിക്ക് മറ്റെന്തിനേക്കാളും വലുത് തൻ്റെ ഭർത്താവും 3 മക്കളുമാണ്. പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ പോക്ക് ഈയിടെയായിട്ട് ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന അമ്മക്കിളി ആ തെറ്റുകളെല്ലാം പറഞ്ഞ് നല്ല രീതിയിൽ തിരുത്തി ജീവിതത്തിലേക്ക് വീണ്ടും പഴയ സന്തോഷങ്ങൾ വരാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ അച്ചൻകിളിയോ ആ തെറ്റുകളിൽ നിന്ന് പിന്മാറുന്നില്ല. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അച്ചൻകിളി. ഇത് മനസ്സിലാക്കിയ അമ്മക്കിളി എന്ത് ചെയ്തെന്നറിയോ? അയാളുടെ പാട്ടിനങ്ങാട് വിട്ടു. എന്നിട്ട് തൻ്റെ മക്കൾക്ക് വേണ്ട നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ അറിയാവുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് അതുങ്ങളുടെ മനസ്സും വയറും അങ്ങോട്ട് സന്തോഷിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ആ അമ്മക്കിളി. പക്ഷേ അച്ചൻകിളി ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമെന്നുള്ളൊരു വിശ്വാസവും ആ അമ്മക്കിളിയുടെ മനസ്സിലുണ്ട്. വിശ്വാസം മാത്രമല്ല, പ്രാർത്ഥനയുമുണ്ട്. കാരണം ഒരു കുടുംബമാകണമെങ്കിൽ അവിടെ അച്ചൻകിളിയും അമ്മക്കിളിയും പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാലേ ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ. ഒരാൾ ഇടഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തള്ളിക്കളയാനും പറ്റില്ലല്ലോ. തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും പ്രാർത്ഥനയും കാത്തിരിപ്പും ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ്. ആ വ്യക്തി കൂടി ഉണ്ടെങ്കിലേ ഈ സന്തോഷം എന്നും നിലനിൽക്കുള്ളൂ. ഈ കുഞ്ഞുമക്കളുടെ സന്തോഷം കണ്ടെങ്കിലും തിരിച്ചു വരട്ടെ.